എല്ലാ കൂട്ടുകാർക്കും ജിജോസ് കോർണറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പഴമയിലേക്ക് കൊണ്ടുപോവാണ്. പണ്ടത്തെ ആൾക്കാരെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അവരുടെയൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ മധുരക്കിഴങ്ങും കാന്താരി ഉടച്ചതും. അപ്പം നമുക്ക് പഴയ കാലത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഓക്കെ, നമ്മുടെ പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ പറയും അവരുടെ ഫേവറേറ്റ് കപ്പപ്പുഴുക്കും കാന്താരി ഉടച്ചതും, അതുപോലെ തന്നെ കിഴങ്ങ്, അതുപോലെ കാന്താരി ഉടച്ചതൊക്കെയാണ്. അപ്പോൾ അതുപോലെ ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് മധുരക്കിഴങ്ങാണ്. അതിന് ചീനിക്കിഴങ്ങെന്ന് പറയും, മധുരക്കിഴങ്ങെന്ന് പറയും, സ്വീറ്റ് പൊട്ടറ്റോ ആണ്. അത് ഞാൻ തൊലി കളഞ്ഞ് പുഴുങ്ങാൻ വെച്ചേക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കുക. അത് ഞാൻ തൊലി കളഞ്ഞ് എടുത്ത് വെച്ചത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് അത് കാണിക്കാഞ്ഞത്. അപ്പോൾ അത് പുഴുങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി തരാം. അപ്പോൾ അതിന് കാന്താരി ചമ്മന്തിക്ക് വേണ്ടി ഞാൻ ചെറുള്ളി എടുത്തിട്ടുണ്ട്, കാന്താരി എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചതച്ചിട്ട് വരാം. ആ കാന്താരിയും നമ്മുടെ ചെറുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തോട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു. ഇനി നമുക്ക് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് ചാലിക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് റെഡിയാക്കി എടുക്കാം, ഉടച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്, വളരെ ഈസിയാണ്. ഞാൻ ഇപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ആ വെള്ളം ഒഴിച്ച് ആ ഉപ്പും എല്ലാം കൂടെ ഒന്ന് ചാലിച്ചെടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാന്താരി ഉടച്ചത് റെഡി. അപ്പം അതുകൂടെ ഒന്ന് കാണാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇതങ്ങ് കഴിച്ച് കളയാം. അപ്പോൾ ഇതിന് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ച് ചാലിച്ച് എല്ലാം ഒന്ന് ആ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു. ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ആവശ്യത്തിന് ഇച്ചിരി നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് ചാലിച്ചെടുത്തു. അപ്പം ഇതിന് നമ്മുടെ കിഴങ്ങ് പുഴുങ്ങിയതും കാന്താരി ഉടച്ചതും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ കിഴങ്ങിന് പകരം കപ്പയായാലും അടിപൊളിയാണ്. കപ്പപ്പുഴുക്കും കാന്താരി ചമ്മന്തി. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തുക. അപ്പം ഇനിയും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബായ്.